ഹലോ! ഈ ഫ്ലവേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ശരിക്കും ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതാണെങ്കിൽ നമ്മൾ ഈ വലിച്ചെറിയുന്ന മിനറൽ വാട്ടർ ബോട്ടിലില്ലേ, അതിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾറെഡി ഈ മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ പുറത്തൊരു റിങ് പോലെ കാണത്തില്ലേ, നമുക്കത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്നൊരു പെറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാണുമ്പോൾ ഫേക്ക് നെയിൽസ് പോലെയൊക്കെ തോന്നും. അതുപോലെ തന്നെ കുറേ അധികം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് 2ഉം 3ഉം പെറ്റലൊക്കെ ഒരുമിച്ച് വെച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കണം. ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് തീയിലുരുക്കിയാണ് ഈ ഓരോ പെറ്റലും ജോയിൻ ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. എന്നിട്ട് ഇത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ ചുരുട്ടി അതിൻ്റെ സ്റ്റെമ്മായിട്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഓൾറെഡി ഈ ഫ്ലവർ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ പിടിക്കത്തില്ല. അപ്പം ഞാനിവിടെ ഗമ്മും നമ്മുടെ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന്മേൽ അടിക്കുന്നത്. ഞാനിവിടെ ഒരു പിങ്കും റോസ് കളറുമാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. എനിക്ക് പിങ്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അത് അടിക്കുന്നത്. പിന്നെ ചെറിയൊരു ലീഫും കൂടെ നമ്മളെടുത്ത് അത് ബെൻഡ് ചെയ്ത് ഈ സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എനിക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടി കണ്ണും മൂക്കും ബ്ലഷും പിന്നെ ഒരു ബോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മണ്ണാണ് നിറയ്ക്കുന്നത്. ക്ലേ നിറയ്ക്കണമെന്നില്ല, മണ്ണ് നിറച്ചാലും മതി. എന്നിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.